ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഉള്ളിപ്പക്കോട. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്തു വച്ചിരിക്കുന്നത്. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ണങ്ങൾ, ഇപ്പോൾ ഉള്ളി വടക്കാണെങ്കിൽ അത് മതി. ഉള്ളി പക്കോടക്ക് ചെറിയ കഷ്ണങ്ങൾ, ഇതുപോലുള്ള കഷ്ണങ്ങളായിരിക്കുന്നത്. പിന്നെ അതിൽ ചതച്ച് ചേർക്കാനുള്ളതാണ് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില അതിലിടാനുള്ളത്. ഇനി ഇതിൽ പൊടികൾ 1 കപ്പ്. ഇതിപ്പം 3 സവാളകളാണ് ഉണ്ട്, 3 സവാള. പൊടികൾ കടലമാവ് 1 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. നമ്മളിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. പിന്നെ എണ്ണ, വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. അപ്പോൾ നമ്മൾ ഉള്ളി, സവാളയുടെ അകത്ത് ഇതെല്ലാം ഒന്ന് ചതച്ച് ചേർക്കാൻ പോവാണ്, ചതച്ച്. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് എന്നാണ് സവാള, ഈ ചതച്ച് വെച്ചിരിക്കുന്നത്, വേപ്പില എല്ലാം കൂടെ ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യും. ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പിടുക. അപ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം പുറത്ത് വരും. നമ്മുടെ ഓസ്മോസിസ് മൂലം ഈ വെള്ളം പുറത്ത് വരും. അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ ഈ പൊടിയിട്ട് കുഴക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരത്തില്ല. അതെല്ലാം നമ്മൾ ഉപ്പടക്കം എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അത് കഴിഞ്ഞ് ഈ പൊടി ഇട്ട് പിന്നെ മിക്സ് ചെയ്യും. ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാം കൂടെ ഇട്ട് ഒന്ന് കുഴക്കണം. യാതൊരു കാരണവശാലും വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂട്ടിപ്പോയാൽ ഇത് വറുത്തെടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. എല്ലാ പൊടികളും ഇട്ട് ഇനി നമ്മളതൊന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പും നോക്കണം. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാനില്ല, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. വെള്ളം വളരെ സൂക്ഷിച്ച് ഇച്ചിരിച്ച ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ മിക്സിങ് കറക്റ്റായി. നമ്മൾ ആകെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചുള്ളൂ. ബാക്കിയെല്ലാം ആ ഉള്ളിയുടെ അകത്തുനിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായെന്നറിയാനായിട്ട് നമ്മളൊരു ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇട്ട് നോക്കുക. അപ്പോൾ താന്നിട്ട് ഉടനെ തന്നെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇച്ചിരി കൂടെ ചൂടാകാനുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോന്ന് ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ആ ഇടുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ പുറം ഭാഗം നല്ലപോലെ മൂക്കും, പക്ഷേ അകം ഭാഗം വേഗത്തിൽ. അപ്പോൾ അതിന് നമ്മൾ ഇടുന്ന സമയത്ത് മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ലോ ഫ്ലെയിമിലാക്കും. ഇപ്പം നമ്മുടെ പക്കോട ഒരുമാതിരി കോരാവുന്ന പരുവായി. ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട പാത്രത്തിലോട്ട് ഇടുക. അടുത്ത ബാച്ച് നമ്മൾ ഇട്ടിരിക്കുക. നമ്മൾ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാന പോയിൻ്റതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, മറിച്ചിടണം. അപ്പോൾ ഇതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരാട്ട് എണ്ണക്ക് വെളിച്ചെണ്ണക്ക് 500 രൂപ എന്നൊക്കെ പറയും. ഒരുമാതിരി കളറായിട്ട് വരുന്നു.
അപ്പം നമുക്ക് കോരാറായി. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. നമ്മളിതിൽ 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരുമാതിരി കളറായിട്ട് വരുന്നുണ്ട്, കോരാറായി. ഇനി ബാക്കിയുള്ളതും കൂടെ ഇടാം. ഇത് നമ്മളെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ ഈ ഇട്ട് കഴിഞ്ഞ ഉടനെ അത് തിരിച്ചിടാനും മറിച്ചിടാനും ഒന്നും പോകരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഇതിൻ്റെ അകത്തുള്ള ഉള്ളിയൊക്കെ അങ്ങ് വെളിയിലോട്ട് പോകും. അപ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടാനും മറിച്ചിടാനും ഒക്കെ പോകാറ്. തിരിച്ചിടുക. ഒരുമാതിരി കളറൊക്കെ ആയി വരുന്നു. ഇനി നമുക്കിതങ്ങ് കോരാം. നമ്മുടെ ഉള്ളിപ്പക്കട റെഡിയായി. അപ്പോൾ വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരം, ചായക്ക് കടി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.